ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ജമ്മുകാശ്മീരിൽ 46,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനായി അമേരിക്ക സന്ദർശിക്കുന്ന ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തി. റോയൽ ചലഞ്ചേഴ്സിന്റെ വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ 11 പേർ മരിക്കാനിടയായ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ കല്ലേറു കർമ്മം ഇന്ന് തുടങ്ങും. കേരളത്തിൽ ബലിപെരുന്നാൾ നാളെ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മത്സര ചിത്രം തെളിഞ്ഞു. ഇന്നലെ 4 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ സാത്വിക് ചിരാഗ് സഖ്യം ഇന്ന് മലേഷ്യൻ സഖ്യത്തെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ജമ്മുകാശ്മീരിലെ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമായ അഞ്ചി ഘാത് പാലവും അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. ചെനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെനാബ് പാലത്തിന് ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ പൊക്കമുണ്ട്. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലിങ്കിലെ ഒരു പ്രധാന ഭാഗമാണ് 1 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഈ ഉരുക്ക് നിർമ്മിതി. ഭൂകമ്പത്തെയും കാറ്റിനെയും നേരിടാൻ ഉതകുന്ന രീതിയിലാണ് പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെ അതിജീവിക്കാൻ ഈ പാലത്തിന് കഴിയും. 120 വർഷത്തോളം കേടുപാടുകളില്ലാതെ പാലം നിലനിൽക്കും. ഇന്ത്യയിലെ ആദ്യത്തെ കേബിൾ റെയിൽ പാലമായ അഞ്ചി ഘാത് പാലവും ഇതോടൊപ്പം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ചെനാബിന് തെക്ക് ആഴമേറിയ അഞ്ചി നദീതടത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാലം കത്ര ബനിഹാൽ ഭാഗത്തെ ബന്ധിപ്പിക്കുന്നു. ഭൂചലനങ്ങൾ, ശക്തമായ കാറ്റ് എന്നിവയെ അതിജീവിക്കാൻ പര്യാപ്തമാണ് അഞ്ചി പാലം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതി ഉൾപ്പെടെ ഖത്രയിൽ 46,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിക്കും. ഇതിൽ 36 തുരങ്കങ്ങളും 943 പാലങ്ങളും ഉൾപ്പെടുന്നു. ശ്രീനഗറിൽ നിന്നും ഖത്രയിലേക്കുള്ള ആദ്യ വന്ദേ ഭാരത് സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ജമ്മുകാശ്മീരിൽ ജൂലൈ 3 ആരംഭിക്കുന്ന 38 ദിവസത്തെ അമർനാഥ് യാത്രയ്ക്ക് സൈന്യം പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കും. ഇതിനായി ഓപ്പറേഷൻ ശിവ എന്ന പേരിൽ സമഗ്ര സുരക്ഷാ ഉദ്യമം ആരംഭിച്ചു. 3888 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജമ്മുകാശ്മീർ താഴ്വരയിലെ പവിത്രമായ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനെത്തുന്നത്. മെയ് 29 ജമ്മുവിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തടസ്സരഹിതവും സുരക്ഷിതവുമായ തീർത്ഥാടനം ഉറപ്പാക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കിയിരുന്നു. ദരിദ്രരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ എന്നും അനുഭാവപൂർണ്ണമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA സർക്കാർ 11 വർഷം പൂർത്തിയാക്കുമ്പോൾ ദാരിദ്ര്യത്തിനെതിരെ പോരാടുന്നതിലും എല്ലാ വിഭാഗം ജനങ്ങളെയും ശക്തിപ്പെടുത്തുന്നതിലും സർക്കാർ നടത്തിയ ശ്രമങ്ങൾ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. പാർപ്പിടം, ശുദ്ധമായ പാചക ഇന്ധനം, ബാങ്കിംഗ് സേവനങ്ങൾ, ആരോഗ്യ സംരക്ഷണം എന്നിവ മെച്ചപ്പെടുത്തിയ പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന, ജൻധൻ യോജന, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പ്രധാന സംരംഭങ്ങളെക്കുറിച്ചും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനായി അമേരിക്ക സന്ദർശിക്കുന്ന ശശി തരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള സംഘം വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ പ്രവാസി സമൂഹത്തിലെ പ്രമുഖരുമായും സംഘം ചർച്ച നടത്തി. ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ അപ്രഖ്യാപിത യുദ്ധങ്ങൾ ലോക ജനതയെ ധരിപ്പിക്കാൻ സർവകക്ഷി സംഘത്തിന്റെ യാത്രയിലൂടെ സാധിച്ചെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ നടത്തിയ യാത്രയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിലുള്ള ആവശ്യത്തിന് യാത്ര ശക്തി പകരുമെന്ന് V. മുരളീധരൻ പറഞ്ഞു. സാമ്പത്തിക മേഖലയിൽ ഇന്ത്യൻ ബാങ്കുകളുടെ ഇടപെടലുകൾ ഇന്ത്യ മധ്യേഷ്യ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ മധ്യേഷ്യ ബിസിനസ് കൗൺസിലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യേഷ്യൻ ബാങ്കുകൾക്ക് തങ്ങളുടെ ആസ്തി ഇന്ത്യൻ ബാങ്കുകളിൽ ഇന്ത്യൻ രൂപയിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന റുപ്പി വാസ്ട്രോ അക്കൗണ്ടുകൾ തുറക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. UPI ഉപയോഗം സംബന്ധിച്ചും ചർച്ചകൾ പുരോഗമിക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു.
Some beginnings have been made in terms of opening of special rupee pass-through accounts in Indian banks by Central Asian banks, and there's also been some discussion about use of UPI. I would certainly support that very strongly, as also steps we could take to facilitate mutual settlement of trade in our national currencies. മാധ്യമ വിനോദ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും വിയറ്റ്നാമും തീരുമാനിച്ചു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകനും ഉന്നതതല വിയറ്റ്നാമീസ് ഉദ്യോഗസ്ഥ സംഘവും തമ്മിൽ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ബുദ്ധമത പൈതൃകം ഉൾപ്പെടെ ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധങ്ങളാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ളത്. 2016 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിയറ്റ്നാം സന്ദർശന വേളയിലാണ് ഉഭയകക്ഷി ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ആവശ്യങ്ങളും അഭിലാഷങ്ങളും അഭിസംബോധന ചെയ്യുന്ന നീതിയുക്തവും നിയമാധിഷ്ഠിതവുമായ ആഗോള വ്യാപാര സംവിധാനത്തിനുള്ള ഇന്ത്യയുടെ ശക്തമായ പിന്തുണ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആവർത്തിച്ചു. ബ്രസീലിയയിൽ നടന്ന ബ്രിക്സ് പാർലമെന്ററി ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംയുക്ത ശ്രമങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സാമ്പത്തിക വികസനത്തിന് ഒരു പുതിയ നിർവചനം കണ്ടെത്താൻ കഴിയുന്ന സുപ്രധാന വേദിയായാണ് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തെ ഇന്ത്യ കാണുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ വിജയാഘോഷത്തിനിടെ 11 പേർ മരിച്ച സംഭവത്തിൽ ബംഗളൂരു പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ ഉൾപ്പെടെ 5 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. RCB ടീമിന്റെ പ്രതിനിധികളെയും ഇവന്റ് മാനേജ്മെന്റ് എന്റർടൈൻമെന്റിന്റെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെയും പ്രതിനിധികളെയും അറസ്റ്റ് ചെയ്യാനും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉത്തരവിട്ടു. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. ജസ്റ്റിസ് മൈക്കൽ ഡി കുൻഹ കമ്മീഷൻ സംഭവം അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ പണവായ്പാ നയം ഇന്ന് പ്രഖ്യാപിക്കും. തുടർച്ചയായ 3-ാം തവണയും RBI അടിസ്ഥാന പലിശയായ റിപ്പോ നിരക്ക് 0.5% കുറയുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ബുധനാഴ്ചയാണ് പണനയ സമിതിയുടെ ത്രിദിന യോഗം ആരംഭിച്ചത്. 2025 ഫെബ്രുവരിയിലും ഏപ്രിലിലും നിരക്ക് 0.5% വരെ കുറച്ചിരുന്നു. 6% നിലവിൽ റിപ്പോ നിരക്ക്. കേരളത്തിൽ ബലിപ്പെരുന്നാൾ നാളെ ആഘോഷിക്കും. ഇന്ന് നിശ്ചയിച്ചിരുന്ന പൊതു അവധി നാളത്തേക്ക് മാറ്റി. സംസ്ഥാനത്തെ കേന്ദ്ര ജീവനക്കാരുടെ ബക്രീദ് അവധിയും നാളത്തേക്ക് മാറ്റി. ഇന്ന് പ്രവൃത്തി ദിവസമായിരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയാണ്. ഹജ്ജിന്റെ 2ാം ദിനമായ ഇന്നലെ 16 ലക്ഷത്തിലധികം തീർത്ഥാടകർ അറഫ സംഗമത്തിന്റെ പുണ്യം നേടി. ഇതിൽ 15 ലക്ഷം പേർ വിദേശത്ത് നിന്നുള്ളവരാണ്. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ കല്ലേറു കർമ്മം ഇന്ന് തുടങ്ങും. ജംറ ടവറിൽ പിശാചിന്റെ 3 പ്രതീകങ്ങൾക്ക് നേരെയാണ് കല്ലേറ് നടക്കുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മത്സരചിത്രം തെളിഞ്ഞു. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയായ ഇന്നലെ 4 പത്രികകൾ സ്ഥാനാർത്ഥികൾ പിൻവലിച്ചു. പ്രമുഖ മുന്നണികളുടെ സ്ഥാനാർത്ഥികളടക്കം 10 പേരാണ് മത്സരരംഗത്തുള്ളത്. ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സ്ഥാനാർത്ഥികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്നിവർക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PV അൻവറും മത്സരരംഗത്തുണ്ട്. വോട്ടെടുപ്പ് ദിവസമായ ഈ മാസം 19-ന് നിലമ്പൂർ നിയമസഭാ മണ്ഡല പരിധിയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 23-നാണ് വോട്ടെണ്ണൽ. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് റംഗിറെഡ്ഡി സഖ്യം മലേഷ്യൻ സഖ്യത്തെ നേരിടും. ജക്കാർത്തയിലാണ് മത്സരം. വനിതാ സിംഗിൾസിൽ PV സിന്ധു പ്രീ ക്വാർട്ടറിൽ പുറത്തായി. നോർവേ ചെസ് ടൂർണമെന്റിന്റെ 9ാം റൗണ്ടിൽ ഇന്ത്യൻ ചെസ് താരവും ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചാമ്പ്യനുമായ ഡി ഗുകേഷിന് വീണ്ടും ജയം. ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ഗുകേഷ് വിജയിച്ചത്. 1ാം സീഡായ ആര്യാന സബലേങ്ക ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ. നാളെ നടക്കുന്ന ഫൈനലിൽ കന്നി കിരീടത്തിനായി സബലേങ്ക അമേരിക്കയുടെ കോക്കോ ഗാഫിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ജമ്മുകാശ്മീരിൽ 46,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിർവഹിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനായി അമേരിക്ക സന്ദർശിക്കുന്ന ശശി തരൂർ MPയുടെ നേതൃത്വത്തിലുള്ള സംഘം വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തി. റോയൽ ചലഞ്ചേഴ്സിന്റെ വിജയാഘോഷത്തിനിടെ ബംഗളൂരുവിൽ 11 പേർ മരിക്കാനിടയായ സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ കല്ലേറു കർമ്മം ഇന്ന് തുടങ്ങും. കേരളത്തിൽ ബലിപ്പെരുന്നാൾ നാളെ ആഘോഷിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മത്സരചിത്രം തെളിഞ്ഞു. ഇന്നലെ 4 സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചു. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ സാത്വിക് ചിരാഗ് സഖ്യം ഇന്ന് മലേഷ്യൻ സഖ്യത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.